മലയാളത്തിൽ സംപ്രേഷണം ആരംഭിച്ചിരുന്ന ബിഗ് ബോസിലെ മുഖ്യ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അർച്ചന സുശീൽ. മിനിസ്ക്രീനിലെ മുൻനിര വില്ലത്തികളിൽ ഒരാളായ താരം പരിപാടികളിൽ എത്തിയപ്പോൾ മികച്ച പിന്തുണയും ലഭിച്ചിരുന്നു. സീരിയലുകൾക്ക് ഇടവേള നൽകിയാണ് താരം റിയാലിറ്റി ഷോയ്ക്ക് എത്തിയത്. തമിഴ് ചുവയോടെ മലയാളം സംസാരിക്കുന്ന താരം ടാസ്കുകളും തന്റെ ജോലികളുമൊക്കെ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറിയിരുന്നുവെങ്കിലും ഷോയിൽ നിന്ന് പുറത്താവുകയായിരുന്നു. വില്ലത്തി വേഷങ്ങളിൽ തിളങ്ങിയതിനൊപ്പം പ്രേക്ഷകരുടെ വെറുപ്പും സ്നേഹവും ഒരുപോലെ സമ്പാദിച്ച താരമായ അർച്ചനയ്ക്ക് വ്യത്യസ്തവും പരിവേഷവും നൽകിയിരുന്ന പരിപാടി കൂടിയായിരുന്നു ബിഗ് ബോസ്. ഇതിലൂടെയാണ് അർച്ചന എന്ന സാധാരണക്കാരിയെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്. അനാവശ്യമായി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും തെറ്റ് ചെയ്താലും താരം കൃത്യമായി പ്രതികരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഷോയ്ക്കിടയിൽ ക്യാമറയെ രമേശ് എന്ന് അഭിസംബോധന ചെയ്ത് അർച്ചന സംസാരിക്കാറുണ്ടായിരുന്നു. അത് ഏറെ ശ്രദ്ധയും പിടിച്ചു പറ്റിയിരുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ താരം ക്യാമറയെ നോക്കി ഓരോ ആക്ഷൻ കാണിക്കാൻ തുടങ്ങുമായിരുന്നു. തനിക്ക് ക്യാമറയില്ലാതെ പറ്റില്ല എന്നായിരുന്നു അർച്ചന അന്ന് വാദിച്ചിരുന്നത്. റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അർച്ചന. എപ്പോഴും താൻ തനിച്ചായിരുന്നുവെന്നും ഏറെ ഡിപ്രഷൻ അനുഭവിച്ച സമയങ്ങൾ ഷോയ്ക്കിടെ ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. അർച്ചനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിഷമങ്ങളെയും സംശയങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ബിസിയാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ മൊബൈലോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. പിന്നീട് ദീപനും ദിയയും സുഹൃത്തുക്കൾ ഓരോരുത്തരായി ഔട്ടായപ്പോൾ ഞാൻ എൻ്റെ കിടക്കയ്ക്ക് സമീപമുള്ള ക്യാമറയുമായി കൂട്ടായി. ക്യാമറയെ രമേശ് എന്ന് വിളിച്ച് സംസാരിച്ചു. 56ാമത്തെ ദിവസം വരെ അത് എന്നോട് പ്രതികരിച്ചിരുന്നു. പിന്നീട് ഒരു അനക്കവുമില്ല. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നി. ഡിപ്രഷൻ. സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടി വന്നു. ബിഗ് ബോസിൽ രാത്രി ഉറങ്ങണമെങ്കിൽ മരുന്ന് കഴിക്കണം എന്ന അവസ്ഥയായി. ഞാൻ എത്ര ശക്തിയായ സ്ത്രീയാണ്, എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കും. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. സാധാരണ ഈ ഹോട്ടലിൽ വന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത്തവണ ദിയയെ കൂട്ടിന് വിളിച്ചു. പക്ഷേ ബിഗ് ബോസിന് ശേഷം ക്ഷമ കുറച്ചു കൂടി. സമൂഹ മാധ്യമങ്ങളിൽ നേരിട്ട സദാചാര ഗുണ്ടായുസത്തിന് ആ സമയങ്ങളിൽ വിഷമം ഉണ്ടായിരുന്നു. നിരന്തരമായി തനിക്കെതിരെ എഴുതിയപ്പോൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടു. എന്നാൽ ഫലം ഉണ്ടായില്ല. പക്ഷേ തനിക്ക് പേടിയൊന്നും ഇല്ല എന്നും അർച്ചന പറയുന്നു. കാരണം ഇതൊന്നും എന്നെയോ എൻ്റെ കുടുംബജീവിതത്തെയോ ബാധിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം കരാട്ടയും അറിയാമെന്നും അർച്ചന പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.